ഹലോ ഹായ് വെൽക്കം ടു ഓൾ. നമ്മളിപ്പം നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കേട്ടോ. നിങ്ങളിപ്പോൾ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ലെസ് കോൺടാക്റ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ ആ പേഴ്സൺ കാരണം നിങ്ങൾ വേദനിക്കുന്നുണ്ട് അല്ലെങ്കിൽ വേദനിക്കേണ്ടി വന്നു എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഈ പേഴ്സൺ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ആലോചിക്കുന്നുണ്ടോ, റിയലൈസ് ചെയ്യുന്നുണ്ടോ, എന്താണിപ്പം അവരുടെ തോട്ട്സ്? ഓക്കെ, റിലേഷൻഷിപ്പിൽ നല്ല രീതിക്ക് പോകുന്നവരാണെങ്കിലും എന്താണ് അവരുടെ തോട്ട്സ് എന്നൊക്കെയുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിന് ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ് കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ? അവരുടെ തോട്ട്സ് എന്താണ്? അവർ റിയലൈസ് ചെയ്യുന്നുണ്ടോ? സെവൻ ഓഫ് വാൻഡ്സ് എന്ന കാർഡ് വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇപ്പം എല്ലാം റിയലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഈ പിക്ചർ നോക്കാവുന്നതാണ്. ഈ പേഴ്സൺ എല്ലാം റിയലൈസ് ചെയ്യുന്നുണ്ട്. അതായത് എന്താണ് പാസ്റ്റിൽ നടന്നത്, നിങ്ങളുടെ ഇടയിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പം സെപ്പറേഷനിലൊക്കെ ആണെങ്കിൽ എന്തുകൊണ്ടാണ് സെപ്പറേഷൻ ആയി പോയത്. ഇപ്പം നിങ്ങൾ സൈലൻ്റ് ആയിട്ട് മാറി നിൽക്കുന്നുണ്ട്, അവരിൽ നിന്നും ഇപ്പം നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അവരെന്തായിരിക്കും മാറി നിൽക്കുന്നതിൻ്റെ റീസൺ എന്താണ് എന്നൊക്കെയുള്ള രീതിയിൽ ഇവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഇത്രയും നാളും അവർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പോന്നെങ്കിൽ പോട്ടെ, അല്ലെങ്കിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നിൽക്കട്ടെ എന്നുള്ള രീതിയിൽ അവരിങ്ങനെ ഒന്നും റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് കൂടുതലായിട്ടും ഒന്നും ചിന്തിച്ചില്ല. ബട്ട് ഇപ്പം അവർ അതിനേക്കാൾ ഏറെ ചിന്തിച്ചിട്ടുണ്ടാകാം, പക്ഷെ അതിനേക്കാൾ ഏറെ അവർ റിയലൈസ് ചെയ്യുന്നു എന്തൊക്കെയോ കാര്യങ്ങൾ. സെവൻ ഓഫ് വാൻഡ്സ് ആണ്. അവരൊരു വെയിറ്റിംഗ് എനർജി ചെയ്യുന്നത് പോലെ, അതായത് ഇങ്ങനെ സ്റ്റെക്കായി നിന്നിട്ട് നമ്മളെല്ലാം ഇങ്ങനെ കുറേ നേരം നിന്ന് ആലോചിക്കുന്ന ഒരു എനർജി, ഒറ്റയ്ക്ക് നിന്നിട്ട് ഇങ്ങനെ ആലോചിക്കുന്ന ഒരു എനർജിയാണിത്. ഓക്കെ, ഒരുപാട് ചിന്തിക്കുക, റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ഒരുപാട് ചിന്തിക്കുക. ത്രീ ഓഫ് പെൻഡക്കിൾ വന്നിട്ടുണ്ട്. ഈ പേഴ്സൺ നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാകുക. മേ ബി ഇവരുടെ ഫ്രണ്ട്സ് ആയിരിക്കും. അതായത് അല്ലെങ്കിൽ നമ്മളെ ഇടയിൽ കയറിയിട്ട് എന്തെങ്കിലും ഏഷ്യനി പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഉണ്ടാവുമല്ലോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത്. അതും ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. അതായത് ഇവർ ഇങ്ങനെ ബാക്കോട്ട് ഇങ്ങനെ ചിന്തിക്കുക, എന്തായിരുന്നു എന്നുള്ളത് ചിന്തിക്കുക. അപ്പം അതിൻ്റെ ഇടയിൽ ഇവർ മനസ്സിലാക്കുന്നൊരു കാര്യം, ആളുകൾ വെറുതെ പറഞ്ഞു തന്നതാണ്, അല്ലെങ്കിൽ കൂടെയുള്ള ആളുകൾ നമ്മളിങ്ങനെ ഏഷ്യന് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഇത് നിനക്ക് പറ്റിയ റിലേഷൻഷിപ്പ് അല്ല, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഏജ് ഡിഫറൻസ് ഉണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് അത് അവർ വെറുതെ പറഞ്ഞതാണ്. അതായത് അവരത് പറഞ്ഞു പോയി, നിങ്ങളുടെ ഇടയിൽ ആ പ്രശ്നം വന്നിട്ടുള്ളത് അവർക്കത് ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല എന്നുള്ള രീതിയിൽ, അതായത് ഇടയിൽ വന്നിട്ടുള്ള ആളുകൾ വെറും ഫേക്കാണ്, അല്ലെങ്കിൽ അവർ വെറുതെ വായിൽ തോന്നിയത് പറഞ്ഞതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് എന്നൊക്കെയുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. മറ്റുള്ളവർ പറയുന്ന വാക്കുകൾ കേൾക്കേണ്ടിയിരുന്നില്ല എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ആലോചിക്കുന്നത് അല്ലെങ്കിൽ വിചാരിക്കുന്നത്. പേജ് ഓഫ് വാൻഡ്സ് എന്ന കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾ എന്തൊക്കെ അറിയിക്കണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, മേ ബി അവർ ഇതെല്ലാം റിയലൈസ് ചെയ്യുമ്പം തൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ടാകാം, അതായിരിക്കാം. അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി പറ്റും എന്നുള്ളത് ഈ പേഴ്സൺ വിചാരിക്കുന്നുണ്ട്. സോ അവരുടെ മൈൻഡിൽ കിടന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം ഞാനായിരുന്നോ തെറ്റ് ചെയ്തത്, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഞാൻ തന്നെയല്ലേ തെറ്റ് ചെയ്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ ചെയ്തത്, ഏതായിരുന്നു ശരി എന്നൊക്കെയുള്ളത് ഇവർ ആലോചിക്കുകയാണ്. എവിടെയാണ് തെറ്റ് പറ്റിപ്പോയത് എന്നൊക്കെയുള്ള രീതിയിൽ.
5 ഓഫ് പെൻഡക്കിൾ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ കാണിക്കുന്നുണ്ട്. ആ കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഇവരുടെ തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ആയിരിക്കാം നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് തിരുത്താം, ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വെക്കണം എന്നുള്ള രീതിയിലാണ് അവർ ആഗ്രഹിക്കുന്നത്. ആൻഡ് 5 ഓഫ് പെൻഡക്കിൾ ആണ്. അവർ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പാസ്റ്റിൽ സ്റ്റക്കായി നിൽക്കുക. പാസ്റ്റിൽ സ്റ്റക്കായി നിൽക്കുന്നത് കൊണ്ടാണ് ആ പേഴ്സൺ ഇതെല്ലാം ഇങ്ങനെ ആലോചിക്കുന്നത്. അവരെല്ലാം റിയലൈസ് ചെയ്തെടുക്കുന്നത് അതുകൊണ്ടാണ്. എല്ലാം ഇങ്ങനെ ആ ഒരു തോട്ട്സ് കടന്നു വരുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, ഇവിടെ റിഗ്രറ്റ് തന്നെയാണ് കാണുന്നത്. 5 ഓഫ് പെൻഡക്കിൾ എന്ന് പറയുമ്പോൾ റിഗ്രറ്റ് തന്നെയാണ് കാണുന്നത്. നഷ്ടമായി എന്നുള്ളൊരു നഷ്ടബോധം വരിക. മേ ബി നിങ്ങൾ തമ്മിലൊരു ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കാം. ഡിസ്റ്റൻസ് മീൻസ് ഒരു കോണ്ടാക്റ്റ് ഇല്ലാത്തൊരവസ്ഥ. ഓക്കെ, എന്തായാലും ഇവർക്കൊരു നഷ്ടബോധം തോന്നുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ. വളരെയധികം ഒരു സെഡായിട്ടിരിക്കുക. നമ്മളെ കയ്യിൽ അത്രയും വേണ്ടപ്പെട്ടുള്ള ഒരു സംഭവം നഷ്ടമായി പോകുമ്പോൾ നമ്മളുടെ ആ ഒരു ഫീലിങ്സ് എന്തായിരിക്കും, ആ ഒരു രീതിയിലാണ് ഈ പേഴ്സൻ്റെ എനർജി ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അത് പാസ്റ്റിൽ സ്റ്റക്കായി നിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, 2 ഓഫ് വാണ്ട്സ് വന്നിട്ടുണ്ട്. വെയിറ്റ് ചെയ്ത് നിൽക്കുന്നൊരു എനർജി കാണുന്നുണ്ട്. ഓക്കെ, അതായത് കാത്തിരിക്കുക. എന്തോ ഒരു പെയിനാണ് ഇവർക്ക്, വളരെയധികം പെയിൻ അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവരിങ്ങനെ ചിന്തിക്കുക, ഞാൻ ചെയ്തത് കൊണ്ട് തന്നെയല്ലേ എനിക്കിപ്പോൾ ഈ ഒരു പെയിൻ, അല്ലെങ്കിൽ നിങ്ങളടുത്ത് ഇപ്പം നിങ്ങൾ ഈ പേഴ്സൺ കാരണം എത്രത്തോളം പെയിൻ ആയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാലോ. അപ്പം അതുപോലെ, അതായത് നമ്മൾ കൊടുത്തത് നമുക്ക് തിരിച്ച് കിട്ടുന്നു എന്നുള്ള രീതിയിൽ ചിന്തിക്കുക. അത് റിഗ്രറ്റ് ആണ് കേട്ടോ. റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് അവർ. ഞാൻ ചെയ്തത് തന്നെയല്ലേ എനിക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ഞാൻ കാരണം അവർ ഇത്രത്തോളം, അതായത് നിങ്ങൾ ഇത്രത്തോളം വേദനിച്ചില്ലേ എന്നൊക്കെയുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. ആൻഡ് 6 ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. എഗെയിൻ കൺഫർമേഷൻ. അവരിങ്ങനെ തോട്ട്സ് കൊണ്ട് ഇങ്ങനെ പോവുക, എല്ലാം ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ മൂവ് ചെയ്യുക. ഓക്കെ, അതായത് ഇവരല്ല മൂവ് ചെയ്യുന്നത്, ഇവരുടെ ഈ തോട്ട്സ് ആണ് ഇവരിങ്ങനെ മൂവ് ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ പാസ്റ്റിലെ റിലേഷൻഷിപ്പിലെ കാര്യങ്ങൾ ഇവരെയും കൊണ്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, നൈറ്റ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. ഇവർ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞായിരുന്നു, കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. അതായത് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. സോ തെറ്റിദ്ധാരണകൾ, അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു തന്ന തെറ്റിദ്ധാരണകൾ, അല്ലെങ്കിൽ ഡിസിഷൻ എടുത്തത് അവർക്ക് തെറ്റായിപ്പോയി. ഓക്കെ, അപ്പം അവർ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ പേഴ്സൺ എബ്രോഡാണ്, അല്ലെങ്കിൽ വിദേശത്തൊക്കെ ഉള്ള ഒരാളാണ്, നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ഉണ്ട് നിങ്ങൾ തമ്മിൽ നിന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എത്തണം. പെട്ടെന്ന് എത്തിയിട്ട് ഇതിനൊരു സൊല്യൂഷൻ കാണണം, അല്ലെങ്കിൽ നേരിട്ട് സംസാരിക്കണം. ഇപ്പം ജോലിയിലൊക്കെ ബിസി ആയിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ ബിസി ആയിട്ടാണെങ്കിൽ അതിനൊരു സമയം കണ്ടെത്തണം എന്നൊക്കെയുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, 7 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഇത്രയും നാളും തരാത്ത കാര്യങ്ങൾ തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ദാറ്റ് മീൻസ് ഇവിടെ ഫസ്റ്റത്തെ കാർഡ് തന്നെ നമുക്ക് പറഞ്ഞു തന്ന കാര്യമാണ്, നിങ്ങളെ കുറിച്ചിട്ട് എന്താ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടന്നതെന്നും, അതായത് നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും, അവരുടെ ഭാഗത്ത് എന്തൊക്കെ തെറ്റുകൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ നല്ലതായിരുന്നു, എന്താണ് ഇപ്പം പെയിൻ ചെയ്യിപ്പിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇപ്പോൾ വേദനിക്കേണ്ടി വരുന്നത്, നിങ്ങൾ എത്രത്തോളം പെയിൻ ആയിട്ടുണ്ട് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ഇവർ ചിന്തിക്കുക. റിലേഷൻഷിപ്പിനെ നമ്മളിങ്ങനെ ഇരുന്ന് ആലോചിക്കുമല്ലോ, നമ്മളിങ്ങനെ വെച്ച് നോക്കുമല്ലോ, ഇങ്ങനെ എല്ലാം ആ ഒരു രീതിക്കാണ് ഇവിടെ കാണുന്നത്. സോ ഇവർക്ക് വേറെ ഓപ്ഷൻസ് വന്നാൽ പോലും സെലക്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. വേറെ ഓപ്ഷൻസ് ഒക്കെ ഇവർക്ക് ഉണ്ട്, പക്ഷെ അതൊന്നും അവരെ എഫക്റ്റ് ആവുന്നില്ല, അല്ലെങ്കിൽ അവരതൊക്കെ അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം. അപ്പം ഇവരെ സംബന്ധിച്ച് ഇതിലൊരു സൊല്യൂഷൻ കണ്ടെത്തണം, അല്ലെങ്കിൽ എവിടെയാണ് മിസ്റ്റേക്ക് വന്നിട്ടുള്ളത്. എനിക്ക് മറ്റാളുകളുടെ ഒരു പ്രസൻസ് ഇവിടെ കാണുന്നുണ്ട്, എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തത്. മേ ബി അത് അവരുടെ പാരൻസ്, അല്ലെങ്കിൽ കസിൻസ്, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരുമാകാം, നിങ്ങളുടെ ഫ്രണ്ട്സോ അവരുടെ ഫ്രണ്ട്സോ ആരുമാകാം. ഓക്കെ, അപ്പം ഇതൊന്നും അല്ല സംഭവം. നല്ല രീതിയിലൊരു ക്ലാരിറ്റി വേണം, അല്ലെങ്കിൽ ക്ലാരിറ്റി കൊടുക്കണം എന്നുള്ള രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. അതായത് ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം ഈ പേഴ്സൺ മൂവ് ഓൺ ചെയ്തു പോയി, വിട്ടുപോയി, ഇപ്പം അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, അവർ പോയി, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾ കുറേ നാളായിട്ടൊരു ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ, ലോങ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു കോണ്ടാക്റ്റ് ഇല്ല, നോ കോണ്ടാക്റ്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഈ പേഴ്സൺ പൂർണ്ണമായും പോയിട്ടുണ്ട്, ഇനിയിപ്പോൾ അത് റീയൂണിയൻ ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെയല്ല അത്. ഈ പേഴ്സൺ നിങ്ങളുടെ കാര്യത്തിൽ ഒരു സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സ്ട്രഗ്ലിങ്, റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടൊരു സ്ട്രഗ്ലിങ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ
ആ ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നുണ്ട്. നിങ്ങളുടെ തോട്ട്സ് ആണ് അല്ലെങ്കിൽ ഒരു പാസ്റ്റിൽ ഇപ്പോഴും സ്റ്റക്കാണെന്ന് ഇവർ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു ക്ലാരിറ്റി കൊണ്ടുവരണം, അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് സംസാരിച്ച് ഇതിനൊരു സൊല്യൂഷൻ കാണണം എന്നുള്ളത്, അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങളിലേക്ക് വരണം എന്നുള്ളത് അവർ ആഗ്രഹിക്കുന്നത്. മെയിനായിട്ടും അവർ ഇവിടെ ഒരു സൊല്യൂഷനാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, ഡെഫിനറ്റ്ലി. കാരണം അവർ എന്തൊക്കെയോ റിയലൈസ് ചെയ്ത് അവർക്ക് എന്തൊക്കെയോ മനസ്സിലാകുന്നുണ്ട്, നല്ല രീതിക്ക് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത പ്രായത്തിൽ, അല്ലെങ്കിൽ ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത ഒരാൾ ചെയ്യുന്നത് പോലെയാണ് നിങ്ങളുടെ പേഴ്സൺ ബിഹേവ് ചെയ്തിട്ടുണ്ടാവുക. അതവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഇതാണ്. നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.